ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നപ്പോൾ ഹാൻഡിൽ പൊട്ടിപ്പോയി. ഫ്രിഡ്ജ് അയാളോട് മാപ്പ് ചോദിച്ചു. ഹാൻഡിൽ പൊട്ടിയത് അയാൾക്ക് ഇഷ്ടമായില്ല. അയാളുടെ കയ്യിൽ പുതിയ ഫ്രിഡ്ജിന്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് തന്റെ ദേഹത്ത് ഒട്ടിച്ചുവെച്ച ഫോട്ടോസ് നോക്കി പഴയ ഓർമ്മകൾ ഓർത്തെടുത്തു. 20 വർഷത്തിനിടെ തന്റെ സർവ്വശക്തിയും എടുത്ത് ഫ്രിഡ്ജ് അവിടെ നിന്നും എണീറ്റ് നടന്നു. ഫ്രിഡ്ജ് വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. നഗരത്തിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പുതിയതും ആധുനികവുമായ ഫ്രിഡ്ജുകൾ വിൽക്കുന്ന കടയുടെ മുന്നിലെത്തി. പഴയ ഫ്രിഡ്ജ് പുതിയതിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. നീ ആക്രിയാണെന്നും പറഞ്ഞു അവരെല്ലാം അതിനെ കളിയാക്കി. അയാൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ തന്റെ ഫ്രിഡ്ജ് അവിടെ ഇല്ലെന്നും അറിഞ്ഞു ആകെ വിഷമിച്ചു. ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. ഒരു വാഹനം കടന്നുപോയപ്പോൾ ഫ്രിഡ്ജിൽ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കറുകളെല്ലാം പറന്നുപോയി. ഫ്രിഡ്ജ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അല്പനേരത്തിനു ശേഷം അയാൾ അവിടെ എത്തി. വീണുപോയ സ്റ്റിക്കറുകൾ നോക്കി അയാൾ ഫ്രിഡ്ജ് കടന്നുപോയ വഴിയിലൂടെ നടന്നു. ഫ്രിഡ്ജ് നടന്ന് ഒരു പഴയ സാധനങ്ങൾ പൊളിക്കുന്നിടത്ത് എത്തി. തന്റെ കയ്യിലെ അവസാന ഫോട്ടോയും നോക്കി ഫ്രിഡ്ജ് അവിടെ ഇരുന്നു. അവസാനം അയാൾ ഫ്രിഡ്ജിനെ കണ്ടെത്തി. ഫ്രിഡ്ജ് ചോദിച്ചു, നീ പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്നത് കൊണ്ടല്ലേ ഈ നോട്ടീസ് പിടിച്ചു നടക്കുന്നത്? നിന്റെ പൊട്ടിയ ഹാൻഡിൽ വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത് എന്ന് അയാൾ പറഞ്ഞു. ഫ്രിഡ്ജിനുള്ളിലെ ആഹാര സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഫ്രിഡ്ജിനെ കണ്ടെത്തിയത്.